Hello. What I am attempting to do today is to introduce the first year English language textbook of the higher secondary equivalency program of the Kerala State Literacy Mission Authority. We looked at the 10th standard textbook some weeks back, and even though the listeners of this video are not 10th standard students, I would recommend that you watch that video also, because there are a few general things that I have mentioned there which I may not repeat in this video. So this textbook has been prepared very well. It is very rich, and I hope you will make very good use of it, and maybe my introduction will help you to understand the book better. വളരെ ഭംഗിയായിട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു പുസ്തകമാണ്. അത് നമുക്ക് പരിചയപ്പെടാം. അതിനെ ഏറ്റവും ഫലവത്തായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് അതിൻ്റെ പുസ്തകത്തിൻ്റെ ഘടനയിലേക്ക് കടക്കാം. Let's look at the contents part, and we see that there are 5 units to the book. 5 യൂണിറ്റുകളാണ് ഉള്ളത്, 5 ചാപ്റ്റേഴ്സ് നമുക്ക് പറയാം. The difference is that in each unit there are more than one reading text. നമ്മൾ മുൻപ് ഒരു ചാപ്റ്റർ എന്ന് കരുതിയിരുന്നു, അതൊരു പാഠമായിരിക്കും. ഇപ്പോൾ അങ്ങനെ നമ്മളെ ശകലം വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. We have in each unit at least 2 texts which we will be looking at. അപ്പം നമുക്കതൊന്ന് പരിചയപ്പെടാം. The first unit is called Paths of Glory. Like as the name denotes, it's about glorious things. വളരെ മഹത്തരമായ ചില നേട്ടങ്ങളെക്കുറിച്ചൊക്കെയാണ് ആ പാഠഭാഗത്തിലുള്ളത്. സെക്കൻഡ് ഇസ് കോൾഡ് ഷ്രീക്സ് ഓഫ് ലാഫ്റ്റർ. ഷ്രീക്ക് ഉറക്കെ വിളിക്കുക എന്നാണ് അർത്ഥം. പക്ഷെ ഇവിടെ ഷ്രീക്സ് ഓഫ് ലാഫ്റ്റർ മീൻസ് ലാഫ് ലൗഡ്ലി, വെരി ഹാപ്പിലി, വളരെ സന്തോഷമായിട്ട് ഉറക്കെ ചിരിക്കുക എന്നാണ് ആ ചാപ്റ്ററിൻ്റെ പേര്. അതിലുള്ള പാഠങ്ങൾ ഫലിതരസമുള്ളതും സരസമായ വിഷയങ്ങൾ ഡീൽ ചെയ്യുന്നതുമാണ്. And the third unit is Laws of Love. Lore means story. Laws, കഥകൾ, സ്നേഹത്തിൻ്റെ കഥകൾ, വിവിധ തരം സ്നേഹത്തിൻ്റെ ആവിഷ്കാരം, മാതൃ സ്നേഹം, സഹോദരനോടുള്ള സ്നേഹം, ചരാചരങ്ങളോടുള്ള സ്നേഹം, സഹജീവികളോടുള്ള സ്നേഹം, all those things. And the unit 4 is Strains of Agony. Agony is great sorrow. കഠിനമായ വിഷാദമാണ്, ദുഃഖമാണ് ആഗനി എന്ന് പറയുന്നത്. വളരെ വ്യഥയാണ്. അതിനെക്കുറിച്ചുള്ള സ്ട്രെയിൻസ് എന്ന് വെച്ചാൽ വീണ്ടും കവിതകൾ, കഥകൾ എന്നൊക്കെയാണ് അർത്ഥം. 5ാമത്തെ യൂണിറ്റ് ഇസ് മീഡിയേഷൻ ഓഫ് വിഷ്വൽസ്. അത് കുറച്ചുകൂടെ സമകാലികമായ ദൃശ്യമാധ്യമങ്ങളെക്കുറിച്ചുള്ള ഒരു യൂണിറ്റാണ്. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഓവർ ദി 5 യൂണിറ്റ്സ് യു ഹാവ് സെവറൽ റീഡിംഗ് ടെക്സ്റ്റ്. നിങ്ങൾക്ക് വളരെ ആസ്വദിച്ച് വായിക്കാവുന്ന കുറേ പാഠഭാഗങ്ങൾ. അത് പഠിക്കാനുള്ള ഭാഗങ്ങളാണെന്നൊന്നും ചിന്തിക്കാതെ വളരെ സരസമായി വായിച്ചു പോകാൻ ശ്രമിച്ചാൽ വളരെയധികം പ്രയോജനകരമായിരിക്കും. പക്ഷേ അത് വളരെ സയൻറ്റിഫിക്കായിട്ട് പാഠങ്ങളായി സ്ട്രക്ചർ ചെയ്തിരിക്കുന്നു. സോ വി വിൽ ലുക്ക് ഹൗ ദാറ്റ് ഇസ് ഡൺ. ദ ഫസ്റ്റ് യൂണിറ്റ് ഈസ് കോൾഡ്, ആസ് വി സെഡ്, പാത്സ് ഓഫ് ഗ്ലോറി. വലിയ നേട്ടങ്ങളെക്കുറിച്ചൊക്കെയാണ് അതിലുള്ള പാഠഭാഗങ്ങൾ. The first extract is from an autobiography. Autobiography എന്ന് വെച്ചാൽ ജീവിതകഥ, ഒരാൾ സ്വന്തം ജീവിതകഥ എഴുതുന്നതാണ് ഓട്ടോബയോഗ്രഫി. ബയോഗ്രഫി എന്ന് വെച്ചാൽ മറ്റൊരാളുടെ വേർഷനായിരിക്കും. ഒരാൾ സ്വന്തം കഥ എഴുതുന്നത് ഓട്ടോബയോഗ്രഫി, മറ്റൊരാളുടെ കഥ എഴുതുകയാണെങ്കിൽ അത് ബയോഗ്രഫി എന്ന് നമ്മൾ പൊതുവെ പറയും. So the first one is a sample from a biography. It's by Helen Keller. Everybody knows Helen Keller. പ്രശസ്തയായ വൈകല്യങ്ങളുണ്ടായിരുന്നിട്ടും ലോകത്തിന് വലിയ മാതൃകയായി തീർന്ന ഒരു വനിതയാണ്. അവരുടെ ജീവിതകഥയിലെ ഒരു ഭാഗം ആണ് സ്റ്റോറി ഓഫ് മൈ ലൈഫ്. The second reading text in the unit 1 is the story of Brooklyn Bridge. Brooklyn Bridge is a bridge you will find in New York. ഒരു സസ്പെൻഷൻ ബ്രിഡ്ജാണ് അത്. ബ്രൂക്ലിൻ ബ്രിഡ്ജ് പണിതതിനെക്കുറിച്ച്, അത് കൺസ്ട്രക്ട് ചെയ്തതിനെക്കുറിച്ചുള്ള വളരെ ഹൃദയസ്പർശിയായ ഒരു ഭാഗമാണ് ആ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ളത്. ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ ലേഖനമെന്നാണ് ഉദ്ദേശിക്കുന്നത്. വേറൊരു എസ്സേ എന്നുള്ളതിന് വേറൊരു വാക്കായിട്ട് കരുതിയാൽ മതി. 3ാമത്തെ ഭാഗം ഇൻ യൂണിറ്റ് 1 ഇസ് ബൈ മാർഗരറ്റ് ആറ്റ്വുഡ്. മാർഗരറ്റ് ആറ്റ്വുഡ് ഒരു കനേഡിയൻ എഴുത്തുകാരിയാണ്.
അവരുടെ ഒരു കവിതയാണ് മൂന്നാമതായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ 3 വായനാ ഭാഗങ്ങൾ വളരെ മറ്റ് നിങ്ങൾക്ക് ചെയ്യാവുന്ന വർക്കുകളോടൊപ്പം അറേഞ്ച് ചെയ്തിരിക്കുകയാണ് യൂണിറ്റ് 1-ൽ. അപ്പോൾ അതിൽ നമ്മൾ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. വായനയുടെ വിവിധ ഘട്ടങ്ങൾ എങ്ങനെയാണ്, കാരണം ഈ പാഠപുസ്തകം പ്രിഡോമിനൻ്റ്ലി ധാരാളം വലിയ ഇത്തിരി ഭേദപ്പെട്ട ദൈർഘ്യമുള്ള റീഡിംഗ് ടെക്സ്റ്റുകൾ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ധാരാളം വായനയുടെ ഒരു പരിശീലനം ആണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം എഴുത്തും സംസാരവും കേൾവിയും ഒക്കെ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ വായനയുടെ വിവിധ സ്റ്റേജുകളെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കാം. നമുക്ക് ഈ ആദ്യത്തെ കഥ നമുക്ക് നോക്കാം, എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊരു ഒരു പരിശീലനത്തിന് വേണ്ടിയാണ് നമ്മൾ ആദ്യം ആ കഥ എടുക്കുന്നു. നമുക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ല വായനാശീലം ഓൾറെഡി ഉള്ള ആൾക്കാർക്ക് ഞാൻ ഈ ഇതിൽ പറയാൻ പോകുന്ന ആദ്യത്തെ 1-2 സ്റ്റെപ്പുകൾ ആവശ്യമില്ല, അവർക്ക് നേരെ അങ്ങ് വായിച്ചാൽ മതി. പക്ഷേ വായിച്ച് അധികം ശീലമില്ലാത്തവരാണ് ഭൂരിഭാഗം ആൾക്കാർ. അത് മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും നമുക്ക് പൊതുവെ ആ പ്രശ്നമുണ്ട്. വി ഡോണ്ട് റീഡ് ദാറ്റ് മച്ച്, ഇറ്റ്സ് എ ഫാക്ട്. സോ ഇറ്റ്സ് ഓക്കെ, ലെറ്റ് us ബിഗിൻ ദാറ്റ്. നമ്മൾ ആ വായനാശീലം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു വളരെ പ്രധാനപ്പെട്ടൊരു കാൽവയ്പ് കൂടെയാണ് ഈ പാഠഭാഗം പഠിക്കാൻ പോകുന്നത്. സോ യു ലുക്ക് അറ്റ് ദ സ്റ്റോറി, നെയിം ഓഫ് ദ സ്റ്റോറി എന്താണെന്ന് നമ്മൾ നോക്കുന്നു. നമ്മൾ നോക്കുമ്പോൾ ഒരുപാടുണ്ട്, ഇതെങ്ങനെ എന്നൊക്കെ നമുക്കൊരു ആശങ്ക തോന്നുന്നു. അപ്പോൾ നമ്മളതൊന്നും ചിന്തിക്കുന്നില്ല. ആദ്യം കഥയുടെ പേര് നോക്കുന്നു, ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്, എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള കഥ എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആരുടെയാണ്? അപ്പോൾ നമുക്ക് താഴെ ഇവിടെ എഴുതിയിട്ടുണ്ട് ഹെലൻ കെല്ലർ എന്ന് പറയുന്ന ഒരാളിനെ കുറിച്ചാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കും. നമ്മൾ ഓൾറെഡി ചിലപ്പോൾ അവരെ പറ്റി കേട്ട് കാണും. ഇനി ഓരോ പാഠത്തിലും ആ ഓഥറിനെ കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് ഉണ്ട്. ഈ പാഠത്തിലും അത് കാണാം. ഇതാ ഇവിടെ ഹെലൻ കെല്ലറെ കുറിച്ച് ഒരു ചെറിയ കുറിപ്പ്. അപ്പം നമ്മൾ കൗതുകത്തോടെ അതൊന്ന് നോക്കണം. അവരുടെ എപ്പം മരിച്ചു, അവർ 68-ലാണ് മരിച്ചിരിക്കുന്നത്, അവരെന്ത് തരത്തിലുള്ള കാര്യം. ഇപ്പോൾ എന്നിട്ട് ഈ ഭാഗം ഒന്ന് വായിച്ച് നോക്കണം. അപ്പോൾ ഓർക്കേണ്ടത്, നമ്മൾക്ക് വായിക്കുമ്പോൾ ചിലവും പരിചയമില്ലാത്ത വാക്കുകളൊക്കെ വരും. ഈ അഡ്വക്കേറ്റ് എന്നുള്ളൊരു വാക്ക് തന്നെ നമ്മൾ സാധാരണ കാണുന്ന രീതിയിലല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പരിചയമില്ലാത്ത വാക്കുകളൊക്കെ വരും. അതിനെക്കുറിച്ച് ആദ്യം നമ്മൾ ചെയ്യേണ്ട, അതിനെക്കുറിച്ച് ഒരു ഉത്കണ്ഠ വേണ്ടാന്ന് വയ്ക്കുക. വെറുതെ ഒന്ന് വായിക്കുക. വായിച്ചു പോകുമ്പോൾ എന്തോ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അത്രയും മനസ്സിലായാൽ മതി ആദ്യത്തെ ഘട്ടങ്ങളിലൊക്കെ, സാരമില്ല. സോ ഈസ് റിമെമ്പേർഡ് ആസ് ആൻ അഡ്വക്കേറ്റ് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്. എന്താണ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലായില്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ച് ഉത്കണ്ഠപ്പെടേണ്ട. അടുത്ത സെൻറ്റൻസ് വായിക്കൂ, അതിനടുത്ത സെൻറ്റൻസ് വായിക്കൂ. അവരുടെ ജീവിതത്തെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ, എന്തോ കുറച്ച് ധാരണ നമുക്ക് കിട്ടിയാൽ തന്നെയും അതൊരു വലിയ കാര്യമായി കഴിഞ്ഞു. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് വി ഡു ഇൻ ദിസ്. യു റീഡ് ദ ടൈറ്റിൽ. ആദ്യം ടൈറ്റിൽ വായിച്ചു. അത് കഴിഞ്ഞിട്ട് ആ ഓഥറിനെ കുറിച്ച് ഒന്ന് ഓടിച്ചു നോക്കി. അത് പൂർണ്ണമായും നമുക്ക് മനസ്സിലായില്ല, സാരമില്ല, മനസ്സിലായ അത്രയും നമുക്ക് മതി. കാരണം പൂർണ്ണമായ മനസ്സിലാക്കൽ എന്ന് പറഞ്ഞാൽ സ്ലോ ആയിട്ട് സംഭവിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ അതിൽ ധൃതി വയ്ക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ കഥയിലേക്ക് തിരിച്ചു വരുന്നു. നമ്മളത് വായിക്കുന്നു. ആദ്യത്തെ വായനയാണ്. ഈ ആദ്യത്തെ വായന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഉപാധികളൊന്നുമില്ലാതെ, ഒരു ഉത്കണ്ഠയും ഇല്ലാതെ നമ്മൾ റിലാക്സ് ചെയ്ത് വായിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ ഉറക്കെ ശബ്ദം ഉണ്ടാക്കി അല്ല വായിക്കാൻ പോകുന്നത്. കണ്ണുകളും നമ്മുടെ മനസ്സും പുസ്തകവും മാത്രമായിട്ടുള്ള ഇടപെടലാണ്. അപ്പോൾ നമ്മൾ ഇറ്റ് ഈസ് വിത്ത് എ കൈൻഡ് ഓഫ് ഫിയർ മുതൽ നമ്മളിങ്ങനെ കണ്ണുകൾ കൊണ്ട് ഓടിച്ചിങ്ങനെ പോവുകയാണ്. അത് വളരെ സ്ലോ ആയിട്ട്. എല്ലാ വാക്കുകളുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല, പൂർണ്ണമായൊരു മനസ്സിലാക്കൽ നമ്മൾ ഉദ്യമിക്കുന്നില്ല. നമ്മളിങ്ങനെ വായിച്ച് അങ്ങ് പോവുകയാണ്, വേഗം വായിച്ച് പോവുകയാണ്. അത് നമ്മൾ വീണ്ടും വീണ്ടും തിരിച്ചു വരും. അതുകൊണ്ട് ഇത് ഞാൻ ചെയ്യുന്നത് തെറ്റാണോ എന്നൊരു ശങ്ക വേണ്ട. വളരെ വേഗം ആ പാഠത്തിന് അടുത്ത പേജ്, അതിനടുത്ത പേജിലൂടെ ഓടിച്ച് ഒന്ന് വായിച്ച് പോവുക. അറിയാത്ത ഒരുപാട് വാക്കുകൾ വരും, പരിചയമുള്ളത് വരും. ചില കാര്യങ്ങൾ നമുക്ക് കൗതുകത്തോടെ മനസ്സിലാകും, ചിലതൊന്നും മനസ്സിലാകാതിരിക്കും. അതെല്ലാം ആയിക്കോട്ടെ. അങ്ങനെ ഒരു വായന അവസാനത്തെ പേജ് വരെ ശ്രദ്ധയോടെ, വളരെയധികം ആയാസപ്പെട്ടിട്ടല്ല, വളരെ വേഗം ഒന്ന് വായിച്ച് പോകുന്നു. കുറേ കാര്യങ്ങളും ഒക്കെ നമ്മുടെ കണ്ണിൽ തടയുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ അവിടുത്തെ ഉദ്ദേശം. വരുന്ന പേജ് 3 പേജുള്ള ഒരു കഥയാണെങ്കിൽ ആ 3 പേജും നമ്മൾ ഓടിച്ച് ഒന്ന് വായിക്കുന്നു. ഇതാണ് ആദ്യത്തെ വായന എന്ന് പറയുന്നത്. ആഫ്റ്റർ ദിസ് ഇനിഷ്യൽ റീഡിംഗ് യു കം ബാക്ക് ആൻഡ് ലുക്ക് അറ്റ് ദീസ് ക്വസ്റ്റ്യൻസ് ഗിവൻ അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് പേജ്. പേജുകളുടെയൊക്കെ അവസാനം ഇതുപോലെ ചില ചോദ്യങ്ങളുണ്ട്.
ട്രൈ ടു ആൻസർ ദം. അത് ഞാൻ ഉത്തരം എഴുതാൻ ഞാൻ നിർബന്ധിക്കുന്നില്ല, ഉത്തരം അറിയാമോ എന്ന് നോക്കുക, ഒന്ന് വായിക്കുക. വാട്ട് ഇംപ്രഷൻ ഡു വി ഗെറ്റ് ഓഫ് കാസ്പർ കെല്ലർ, ഇങ്ങനെയൊക്കെ ഒന്ന് വായിക്കുമ്പോൾ അതിനെന്തെങ്കിലും ഉത്തരം നമുക്ക് കിട്ടുമോ എന്നൊന്ന് നോക്കുക. ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ച് അത് മനസ്സിലാക്കാനൊക്കെ ഒന്ന് ശ്രമിക്കുകയും നമ്മൾ ഓൾറെഡി ഓടിച്ച് വായിച്ചതിൽ നിന്നും എന്തെങ്കിലും ഉത്തരം ഉണ്ടോ എന്ന് വെറുതെ ഒന്ന് ചിന്തിക്കുകയും ചെയ്തിട്ട് ആ ചോദ്യങ്ങൾ അങ്ങ് വിടുക. ആ ചോദ്യങ്ങൾ ഇപ്പോൾ ഉത്തരം എഴുതാൻ ഉദ്യമിക്കേണ്ട കാര്യമില്ല ആദ്യത്തെ സ്റ്റേജിൽ. പക്ഷേ ആ ചോദ്യങ്ങളെല്ലാം ഒന്ന് നോക്കണം. കാരണം നമ്മളിപ്പോൾ ഒന്ന് പരിചയപ്പെട്ടു ആ പാഠഭാഗം, ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊന്ന് മനസ്സിലാക്കി. ഇനി ഇതിന് ശേഷമാണ് നമ്മൾ മനസ്സ് ഇരുത്തി ഒന്നുകൂടെ ഉള്ള ഒരു വായന നടത്തുന്നത്. ദാറ്റ് ഇസ് ദ സെക്കൻഡ് റീഡിങ്. ആദ്യത്തെ റീഡിങ്ങിൽ നമ്മൾ വാക്കുകളുടെ ഒന്നിൻ്റെ അർത്ഥം അന്വേഷിച്ച് പോയിട്ടില്ല. ആ അർത്ഥമൊക്കെ അതിനകത്ത് ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് ഏകദേശം ഒന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. രണ്ടാമത് നമ്മൾ വായിക്കുമ്പോൾ ഓരോ സെൻറ്റൻസായിട്ട് വായിക്കുകയും ചില സെൻറ്റൻസുകളിൽ ചില വാക്കുകൾ നമുക്ക് മനസ്സിലാകാതിരിക്കുന്നത് എന്താണെന്ന് ഊഹിക്കാനൊക്കെ ശ്രമിച്ച് നോക്കുക. തീരെ ആവശ്യമുണ്ടെങ്കിൽ ഈ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് ഗ്ലോസറിയിൽ പോയിട്ട് ആ വാക്കിൻ്റെ അർത്ഥം കണ്ടുപിടിക്കുക, തിരിച്ചു വന്ന് വായന തുടരുക. ഇത് കുറച്ചുകൂടെ സമയമെടുക്കുന്ന ഒരു വായനയാണ്. പക്ഷേ ഞാനിപ്പോഴും പറയുന്നത് പരമാവധി ആ ഗ്ലോസറികളിലോട്ട് ഈ സ്റ്റേജിൽ നോക്കാൻ പോകണ്ട. ആ വാക്കിൻ്റെ അർത്ഥം ഏകദേശം നമുക്കൊരു മനസ്സിലായാൽ മതി. ആ കോണ്ടെക്സ്റ്റ് വെച്ച് ആ വാക്കിൻ്റെ അർത്ഥം ഏകദേശം ഒന്ന് ഗണിച്ച് അടുത്തതിലോട്ട് പോയാൽ മതി. ഇത് നമ്മുടെ രണ്ടാമത്തെ വായനയാണ്. ആവശ്യം വളരെയധികം തോന്നുമെങ്കിൽ മാത്രം ഗ്ലോസറിയിൽ പോയി ആ വാക്കുകളുടെ അർത്ഥം നോക്കുക. അതിനുശേഷം നമ്മൾ ഇത് പൂർണ്ണമായും വായിച്ചതിന് ശേഷം നമുക്ക് മിക്കവാറും ഈ ചോദ്യങ്ങൾക്കൊക്കെ കുറച്ചൊക്കെ ഉത്തരം എഴുതാനുള്ളൊരു കേപ്പബിലിറ്റി അപ്പോഴേക്കും നമുക്ക് വരും. അപ്പോൾ ഈ ചോദ്യങ്ങൾ ഒന്നുകൂടെ നോക്കിയിട്ട് ഉത്തരം അറിയാമോ എന്ന് നമ്മൾ നോക്കുന്നു. മൂന്നാമത്തെ വായന കഴിഞ്ഞിട്ടാണ് നമ്മൾ വാസ്തവത്തിൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുന്നത്. ആൻഡ് ദാറ്റ് നീഡ് നോട്ട് ഹാപ്പൻ ഇൻ എ സിംഗിൾ ഡേ. നമ്മളുടെ സമയവും നമ്മൾക്ക് ഇത് വായിക്കാനുള്ള ഒരു ശീലവും ഒക്കെ വെച്ചിട്ട് നമ്മളത് ഒരു ദിവസം കൊണ്ട് തന്നെ ഇതൊന്നും ചെയ്ത് തീർക്കണമെന്നില്ല. ഗ്രാജുവലി ഒരു ദിവസം ഒരു പ്രിലിമിനറി റീഡിങ് ഒരു ദിവസം ചെയ്തിട്ട് രണ്ടാമത്തെ ദിവസം അടുത്ത് അങ്ങനെയൊക്കെ ചെയ്താൽ മതി. നമ്മുടെ സമയവും നമ്മളുടെ താല്പര്യവും അനുസരിച്ച് ചെയ്താൽ മതി. പക്ഷേ മൂന്നാമത്തെ വായന കഴിഞ്ഞതിന് ശേഷം ആണ് നമ്മൾ ശരിക്കും ഉത്തരം എഴുതാൻ ശ്രമിക്കുക. ഈ മൂന്നാമത്തെ വായന സമയത്ത് നമ്മൾക്ക് പിന്നെയും മനസ്സിലാകാത്ത വാക്കുകളുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ അർത്ഥം നമ്മൾ കണ്ടുപിടിക്കണം. മൂന്നാമത്തെ വായനയിൽ കണ്ടുപിടിക്കണം, അതിൻ്റെ അർത്ഥമൊക്കെ കണ്ടുപിടിച്ച് അത് ഗ്ലോസറിയിലുണ്ടാവും. അതുമില്ലെങ്കിൽ ഡിക്ഷണറിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ഡിക്ഷണറിയിലോ ഒക്കെ നോക്കി എല്ലാ വാക്കുകളുടെ അർത്ഥമൊക്കെ മനസ്സിലാക്കി നമ്മൾ മൂന്നാമത്തെ വായന കഴിഞ്ഞ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി കഴിയുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ ആസ്വദിച്ച് ഈ പാഠഭാഗം വായിച്ച് കഴിഞ്ഞിരിക്കും. ഒരു കാര്യം ഓർക്കേണ്ടത്, നമ്മളുടെ ഈ വാക്കുകളുടെ അർത്ഥത്തെക്കുറിച്ച് നമുക്കെപ്പോഴും ഒരു ശങ്കയുണ്ട്. ഇംഗ്ലീഷിലുള്ള എല്ലാ വാക്കുകൾക്കും തത്തുല്യമായിട്ടൊരു മലയാളം വാക്ക് ഉണ്ടാകണമെന്നില്ല. മലയാളത്തിലെ എല്ലാ വാക്കുകൾക്കും തുല്യമായിട്ടൊരു ഇംഗ്ലീഷ് വാക്കും ഉണ്ടാകണമെന്നില്ല. അതുപോലെ ഒരു വാക്കിന് കൃത്യമായ ഒരു അർത്ഥവും നമുക്ക് പലപ്പോഴും പറയാൻ വളരെ പ്രയാസമാണ്. കാരണം അത് കോണ്ടെക്സ്റ്റുവലായിട്ട് അർത്ഥം മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പലപ്പോഴും ഇന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ഒരാളോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാതെ പലപ്പോഴും നമുക്ക് പറഞ്ഞു തരാൻ കഴിയില്ല. എ വേർഡ് ക്യാൻ ഹാവ് മെനി മീനിങ് ആൻഡ് ദീസ് മീനിങ് ക്യാൻ change with the context. So keep that in mind. So ഇതൊന്നും അങ്ങനെ 1-to-1 ആയിട്ടുള്ള കറസ്പോണ്ടൻസ് ഉള്ള കാര്യമല്ല. വാക്കുകളും അതിൻ്റെ അർത്ഥവും വേറൊരു ഭാഷയിൽ അതിൻ്റെ ഒരു തുല്യമായ വാക്കുമൊക്കെ അത് നമ്മൾ ഓർത്തുകൊണ്ട് വായിക്കുക. അത് വളരെ വളരെ പ്രയോജനം ചെയ്യും ഈ ഒരു റീഡിങ് ടെക്നിക്ക്. അതിന് പുറമെ നിങ്ങൾക്ക് ഈ പാഠപുസ്തകത്തിനകത്ത് ആക്ടിവിറ്റീസ് ധാരാളം ചെയ്തിട്ടുണ്ട്. ഈ പാഠഭാഗങ്ങൾക്ക് പുറമെ ദർ ആർ ആക്ടിവിറ്റീസ് സെൽഫ് ലേണിങ്ങിന് ഉതകുന്ന ഗ്രാമറും വൊക്കാബുലറി ഒക്കെ നമുക്ക് വികസിക്കാൻ സഹായിക്കുന്ന, പൊതുവെ വായനാശീലം എന്നുള്ള ശീലം വളർത്തിയെടുക്കാൻ ഉതകുന്ന ഒക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്. അതെല്ലാം നമ്മൾക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് വായനയും അതിനോടൊപ്പം ഈ ആക്ടിവിറ്റീസ് എല്ലാം ചിട്ടയായിട്ട് നമ്മൾ ഓരോന്നായിട്ട് ചെയ്ത് പോകേണ്ടതുണ്ട്. പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്തായിട്ട് എല്ലാ യൂണിറ്റുകളും കഴിഞ്ഞതിന് ശേഷം പേജ് 126 ഒരു ഗ്ലോസറി തന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ വായനയുടെ ഇടയിൽ വാക്കുകൾ പഠിക്കേണ്ടി വരുമ്പോൾ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ്. ഗ്ലോസറി ഒരുതരം ലഘു നിഘണ്ടുവാണെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളുടെ ഈ പാഠങ്ങളിലൊക്കെ ഉള്ള ശകലം ബുദ്ധിമുട്ടുള്ള വാക്കുകളൊക്കെ അവിടെ അതിൻ്റെ അർത്ഥമൊക്കെ ഇങ്ങനെ തന്നിട്ടുണ്ട്. ആൽഫബറ്റിക്കൽ ഓർഡറിലാണ്. അതുകൊണ്ട് നമുക്ക് അത് വാക്കുകൾ കണ്ടുപിടിക്കാനൊക്കെ എളുപ്പമായിരിക്കും. വ്യാകരണത്തെക്കുറിച്ചുള്ള ആക്ടിവിറ്റീസിൻ്റെ കൂടെ ചിലതൊക്കെ വ്യാകരണം പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ്. ഗ്രാമർ പ്രാക്ടീസ്, ദേ ആർ മെന്റ് ഫോർ ഗ്രാമർ പ്രാക്ടീസ് ആൻഡ് വെരി ഓഫൻ വി ആർ വറീഡ് അബൌട്ട് മേക്കിംഗ് മിസ്റ്റേക്സ് വൈൽ യു അറ്റംപ്റ്റ് ഗ്രാമർ. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. You must remember that it is okay to make mistakes because we are only learning. അതുകൊണ്ട്
ആ പഠനം എന്ന് പറയുന്ന പ്രക്രിയ നമ്മളിങ്ങനെ അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്, അവർ ലേണിംഗ് ഓഫ് ഇംഗ്ലീഷ്. സോ mistakes will come. It's okay. What is important is that you should try. You should try again and again and rectify these doubts and can go ahead, proceed with that. അതുകൊണ്ട് ആ വ്യാകരണ ഭാഗങ്ങളൊക്കെ ചെയ്ത് നോക്കുക, അതിൻ്റെ തെറ്റ് തിരുത്തുക, അതിൽ തെറ്റുകൾ വരുന്നതിനെക്കുറിച്ച് ഖേദിക്കാതിരിക്കുക, നിരന്തരമായി സിസ്റ്റമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ യൂണിറ്റ് ഇറ്റ്സ് ടൈറ്റിൽ ഷ്രീക്സ് ഓഫ് ലാഫ്റ്റർ. അതിനകത്ത് 3 പാഠഭാഗങ്ങളാണ് വായിക്കാനുള്ളത്. ഒന്ന് ദ ബോർ. ബോർ എന്ന് വെച്ചാൽ വാക്കിന് ഇംഗ്ലീഷിൽ അർത്ഥം അപരിഷ്കൃതൻ, റൂഡായിട്ടുള്ള വ്യക്തി എന്നൊക്കെയാണ്. അത് ഒരു റഷ്യൻ കഥയുടെ ഒരു നാടകത്തിൻ്റെ പരിഭാഷയാണ്. ഇറ്റ്സ് എൻ 1 act പ്ലേ, ഏകാംഗ നാടകമാണ്. ഇറ്റ് വാസ് റിട്ടൺ ബൈ എ മാൻ നെയ്മഡ് ആന്റൺ ചെക്കോഫ്. ആന്റൺ ചെക്കോഫ് ഈസ് എ വെരി റിനൗൺഡ് റഷ്യൻ റൈറ്റർ. The second reading passage in the Unit 2 is an essay titled On Umbrella Morals. അപ്പോൾ ഇത് പൊതുവേ ഈ യൂണിറ്റിൽ വളരെ ലൈറ്റായിട്ട് വായിക്കാവുന്ന രസകരമായ ഭാഗങ്ങളാണുള്ളത്. സോ ഓൺ അംബ്രല്ല മോറൽസ് എന്നുള്ളത് A.G. ഗാർഡ്നർ എന്ന പേരുള്ള ഒരു ഇംഗ്ലീഷ് എസ്സേയിസ്റ്റാണ് അത് എഴുതിയിരിക്കുന്നത്. വളരെ സരസമായ ധാരാളം ലേഖനങ്ങൾ എഴുതിയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് A.G. ഗാർഡ്നർ. അദ്ദേഹത്തിൻ്റെ മറ്റ് ലേഖനങ്ങളൊക്കെ നിങ്ങൾ നെറ്റിലൊക്കെ പോയി നോക്കി വായിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനമാണത്. ലേഖനം എന്ന് പറഞ്ഞാലും അത് വളരെ സരസമായ ഒരു കഥ പോലെയൊക്കെ വായിച്ചു പോകാവുന്ന ഒരു പാഠഭാഗമാണ്. ദെൻ യു ഹാവ് എലൻ ബെയ്ലി writing a poem. The name of the poem is My Cherry Tree. It's also a slightly humorous poem. It's about nature, about a tree, about our relation with nature and natural objects. Unit 3 is called Laws of Love. സ്നേഹത്തെക്കുറിച്ചുള്ള കഥകളാണ്. There are three parts that are meant for you to read. First is from a memoir, MEMOIR. വാക്കിൻ്റെ ഉച്ചാരണം നോക്കണം, മെമ്മോർ എന്നാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ ധാരാളം ഫ്രഞ്ച് വാക്കുകളുണ്ട്. ചിലപ്പോഴൊക്കെ അത് ഇംഗ്ലീഷ് ആയിട്ട് മാറിയിട്ടുണ്ട് ആ വാക്കുകളൊക്കെ. പക്ഷേ കുറേ വാക്കുകൾ ഇപ്പോഴും ആ ഫ്രഞ്ച് സ്പെല്ലിങ്ങും ആ ഫ്രഞ്ച് ഉച്ചാരണവും ഒക്കെ ആയിട്ട് തന്നെ അവശേഷിക്കുന്ന കുറേ ഫ്രഞ്ച് വാക്കുകൾ ഇംഗ്ലീഷ് ഭാഷയിലുണ്ട്. അതിലൊന്നാണ് ഈ മെംവാ എന്നുള്ള വാക്ക്. നമ്മൾ ഡാമിന് റിസർവോ എന്ന് പറയും. അതുപോലെ ദിസ് ഈസ് പ്രൊനൗൺസ് മെംവാ. മെംവാർ എന്ന് വെച്ചാൽ ഓർമ്മക്കുറിപ്പുകൾ എന്നാണ് അർത്ഥം. ഒരുതരം ഓട്ടോബയോഗ്രഫിക്കലായിട്ടുള്ള കുറിപ്പുകളാണ് ഈ മെംവാ എന്ന് പറയുന്നത്. ഇറ്റ്സ് റിട്ടൺ ബൈ ഖുഷ്വന്ത് സിംഗ്, പ്രശസ്തനായ ഇന്ത്യൻ എഴുത്തുകാരൻ. അദ്ദേഹത്തിൻ്റെ ദ പോർട്രേറ്റ് ഓഫ് എ ലേഡി വളരെ ഹൃദയസ്പർശിയായ ഒരു സ്നേഹത്തിൻ്റെ കഥയാണ്. അതുപോലെ മറ്റൊരു കഥ ആണ് റസ്കിൻ ബോണ്ട് എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ ദ കൈറ്റ് മേക്കർ. റസ്കിൻ ബോണ്ട് ഈസ് എൻ ഇന്ത്യൻ. he still alive. He lives in Missouri. Ruskin Bond was the son of an Englishman, but his mother was Indian, and he grew up and he still lives in the mountains. And this is a very touching story, The Kite Maker. I'm sure you will enjoy that particularly. The poem in this session is written by Charles Lamb. Charles Lamb is a very gentle kind of writer. He's famous. Charles Lamb, along with his sister Mary, has written a collection of stories based on Shakespeare's plays. Tales from Shakespeare, very famous book. It will be good if you can get a copy of Tales from Shakespeare and read, because it's very simple, and many of the plays that Shakespeare wrote are explained in a simple language by Charles and his sister Mary. And this poem is titled The Boy and the Snake, and it's about nature and man. Charles Lamb. Charles Lamb is more of an essayist. He is famous for his essays, but here we have a poem that he wrote. Unit 4 contains 3 stories by 3 writers. None of them are wrote in English. Their works are translations. The first is The Beggar by Guy de Maupassant. He's a French writer. It's a short story. And the second is also a story. It's by Lilika Nakos. He's a Greek writer. And the name of the story is Maternity, Martyrdom. And then you also have a Nigerian writer, Chinua Achebe. He is again famous as a novelist. And you have a poem that he wrote, Refugee Mother and Child. All these 3 works are rather serious and dealing with the unfortunate states of things some people go through in their lives.
So Unit 5 is slightly different from the others. The other units are structured around many human emotions like agony, sorrow, happiness, etc., and love. And here we have two essays. One is an essay and the other article. Basically, both are the same, about media, about journalism. So the first is by a man named John Berger. It's called Density of Visual Images. The writer is an English writer, journalist and a critic. And the second is a newspaper article on Kevin Carter. It is not written by Kevin Carter, though it looks like that. Kevin Carter was a photojournalist who committed suicide, and how and why you will know when you read the article. It's a very, very, very important anecdote in the history of humankind, in the history of journalism. It's titled Shades and Shadows. കെവിൻ കാർട്ടർ എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ ജീവിതത്തിലെ ഒരു ഏടാണ് ആ പാഠത്തിൽ ഉള്ളത്. ഇതാണ് 5 യൂണിറ്റുകൾ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ത്രസ്റ്റ് എന്ന് പറയുന്ന വായനയാണ് ഞാൻ പറഞ്ഞു. അത് എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് പറഞ്ഞു. ഇടയിൽ മറ്റ് ആക്ടിവിറ്റീസൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഇത് നിങ്ങൾക്ക് പഠിക്കാനായി വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ചൊരു മഹത്വം ഉള്ളത് കൊണ്ടല്ല. നിങ്ങൾക്ക് കുറച്ച് സാമ്പിൾസ് വേണം ഫോർ യു ടു റീഡ് ആൻഡ് എൻജോയ് ആൻഡ് ബിക്കം യൂസ് ടു ദ ലാംഗ്വേജ്. ആ ഭാഷ നമുക്ക് വശമാകണം. അതിനുവേണ്ടി വായനാശീലം നമുക്ക് വളരാനൊക്കെ വെച്ചിരിക്കുന്ന കുറച്ച് സാമ്പിൾസാണ്. പിന്നെ അതിനെ അടിസ്ഥാനമാക്കി നമ്മൾ കുറച്ച് വ്യാകരണവും മറ്റ് കാര്യങ്ങളൊക്കെ ചിട്ടപ്പെടുത്താനും നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് മോർ ഇമ്പോർട്ടൻ്റ്ലി യു ഷുഡ് റീഡ് ദീസ് ആൻഡ് ഗോ ഔട്ട് ആൻഡ് റീഡ് മോർ. That is something we desire when such books are prescribed for study. അതുപോലെ നിങ്ങൾ ഇംഗ്ലീഷ് പ്രോഗ്രാംസ് കേൾക്കാൻ തീർച്ചയായിട്ടും ശ്രമിക്കണം. യൂട്യൂബിലെ വീഡിയോയിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങളിൽ ഉള്ള വീഡിയോകൾ കേൾക്കുക. അത് സിനിമയാകാം, എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ആകാം. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വിഷയം ശാസ്ത്രമാണെങ്കിൽ അല്ലെങ്കിൽ ചരിത്രമാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഇംഗ്ലീഷ് പ്രോഗ്രാമുകൾ എല്ലാം ഇങ്ങനെ ധാരാളം കേൾക്കുന്നത് ഇന്ന് വളരെ എളുപ്പമാണ്. നമുക്കതിനുള്ള അവൈലബിലിറ്റി വളരെ കിട്ടുക. ദിവസവും എന്തെങ്കിലും എഴുതുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളരെ ഉപയോഗപ്രദമായ കാര്യമാണ്. ഒരു ദിവസം പറ്റില്ലെങ്കിൽ പോട്ടെ, രണ്ടാമത്തെ ദിവസം, ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും എന്തെങ്കിലും നിങ്ങളൊരു പുസ്തകത്തിൽ എഴുതി വയ്ക്കുക. അത് ഈ പഠിക്കാൻ വെച്ചേക്കുന്ന ഈ പുസ്തകങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളാകാം, അതിൻ്റെ ചില ഉത്തരങ്ങൾ എഴുതുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് അന്ന് ഉണ്ടായ ഏതെങ്കിലും എക്സ്പീരിയൻസിനെ കുറിച്ചാകാം, അതൊക്കെ എഴുതുക. എപ്പോഴും ഓർക്കണം, നിങ്ങൾക്ക് ആർക്കും ഇംഗ്ലീഷ് പഠിപ്പിച്ചു തരാൻ പറ്റില്ല. ഇംഗ്ലീഷ് നമുക്ക് പഠിപ്പിച്ചു തരാൻ പറ്റില്ല. ഒരു ഭാഷയും നമുക്ക് ആർക്കും പഠിപ്പിച്ചു തരാൻ പറ്റില്ല. അതിന് നമുക്ക് അധ്യാപകർക്ക് നിങ്ങളെ സഹായിക്കാനേ പറ്റുള്ളൂ. പഠനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് ആർജിക്കലാണ്. നമ്മൾ ആ ഭാഷ ഇങ്ങനെ ഉപയോഗിച്ച് നമ്മുടെ രക്തത്തിൽ ഇങ്ങനെ കലർന്ന് വരുമ്പോഴാണ് ഭാഷ നമ്മുടേതാകുന്നത്. അപ്പോൾ അതിന് ഉതകുന്ന രീതിയിലുള്ള വായനയും മറ്റ് ശ്രമങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും തുടരും എന്നാണ് എൻ്റെ വിശ്വാസം.